ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിരപ്പള്ളി റൂട്ടിലുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളെ കുറിച്ചായാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നല്ല അടിപൊളി സ്ഥലമല്ലേ. ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാടും ഒക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക വൈബുള്ളൊരു സ്ഥലം. നിങ്ങളാരെങ്കിലും ഈ വഴിക്കൊക്കെ വന്നിട്ടുണ്ടോ? അതിരപ്പള്ളിക്ക് യാത്ര ചെയ്യുന്ന നിങ്ങൾ ഈ സ്ഥലങ്ങളൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം നഷ്ടമാണ്. ചെറിയൊരു കുഴിയിൽ മീനുകൾ കിടക്കണപ്പോൾ കൗതുകത്തിനടുത്ത് കിട്ടാൻ കേട്ടോ. കുടുംബാംഗങ്ങളുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. വേറെ ആരുടെയും ശല്യം ഉണ്ടാവില്ല. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അങ്ങനെ വിനോദസഞ്ചാരികളെ ആരും തന്നെ വരാറില്ല എന്ന് പറയാം ഈ ഭാഗത്ത്. അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയ ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ലാണ്ട് കുടുംബാംഗങ്ങളുമായി വന്ന് ഭക്ഷണം കഴിക്കുകയും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഒറ്റയ്ക്ക് വന്നാലും നല്ല വൈബുള്ള സ്ഥലം തന്നെയാണ് ഇത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതിരപ്പള്ളി റൂട്ട് കയറി. അതിരപ്പള്ളി എത്തിയപ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. കുറച്ച് നേരം അവിടെ കിടക്കുന്നു. അതിരപ്പള്ളിയിൽ വ്യൂ പോയിന്റിൽ നിന്നാണ് അതിരപ്പള്ളിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ അതിരപ്പള്ളിയിൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ഇഷ്ടംമാതിരി വീഡിയോകൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ താഴെ ഇറങ്ങി ചെന്ന് അതിരപ്പള്ളിയുടെ വീഡിയോ എടുക്കേണ്ട ഒരു കാര്യം ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ നിന്നാലും നല്ല രീതിയിൽ അതിരപ്പള്ളി കാണാൻ സാധിക്കും. ഒരു കൗതുകകരമായ കാഴ്ച കാണിച്ചതാണ്. കണ്ടോ, ഒരു കാറിൻ്റെ മുകളിൽ കുരങ്ങിരുന്ന് ഫാൻ നോക്കുന്നു. ഈ വെള്ളച്ചാട്ടം നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിരപ്പള്ളിക്ക് മുകളിൽ ക്യാനി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വെള്ളച്ചാട്ടമാണ് പുഴയ്ക്കക്കരെ.
ഇത് അധികം അങ്ങനെ കാണാൻ സാധിക്കില്ല. മഴക്കാലത്ത് മാത്രം സജീവമാവുന്നൊരു വെള്ളച്ചാട്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വെള്ളച്ചാട്ടം ഇത് തന്നെയാണ്. കാരണം പാർക്കറ്റിന് മുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം. ചെറുതാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് റോഡ് സൈഡിൽ നിന്നാൽ തന്നെ കാണാൻ സാധിക്കുന്ന ചെറിയ തോടിൻ്റെ വെള്ളച്ചാട്ടമാണ്. ഇതൊക്കെ മഴക്കാലത്ത് മാത്രം കാണുന്നൊരു ഭംഗിയുള്ള ഒരു കാഴ്ചകളാണ്. ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയിട്ട് വാഴച്ചാൽ പാലത്തിൻ്റെ അടുത്തേക്ക്. 1947 ഈ പാലം പണിതത്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അല്ല, 1947 ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. അപ്പോൾ എത്ര കൊല്ലം മുമ്പ് പണിത പാലമാണ് നോക്കി. പഴയ സാങ്കേതിക വിദ്യ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഇത്രയും നാൾ കേടുകൂടാതെ നിന്നിട്ടുണ്ടാവുന്നത്. ഈ പാലത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. മലക്കപ്പാറ ചാലക്കുടി റൂട്ടിൽ ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള ഏക ഒരു പാലവും ഇത് തന്നെയാണ്. പാലം ചെറുതാണെന്നുണ്ടെങ്കിലും നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് ഇത് പണിതത്. അവിടെ ചെല്ലുന്ന സമയത്ത് പാലത്തിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പഴയ ഒരു എൻജിനീയറിങ് വൈവിധ്യം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ പാലത്തെക്കുറിച്ച് പറയാൻ സാധിക്കും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇന്നും ഈ പാലം ഇവിടെ നിലകൊള്ളുന്നത്. ഈ പാലത്തിൻ്റെ നിർമ്മാണ സാങ്കേതിക വിദ്യയെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.